നമസ്കാരം. എഡി പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചേരുന്ന BSc നഴ്സിംഗിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. BSc നഴ്സിംഗ് കോഴ്സിന് ചേരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളും അവരുടെ പാരൻസും കേരളത്തിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ തെലങ്കാനയിലോ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടാൽ നിങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടുകയില്ല എന്നത് ഉറപ്പാണ്. BSc നഴ്സിംഗ് കോഴ്സ് സെലക്ട് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് ആദ്യം തന്നെ അവർ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴും പ്രാക്ടിക്കൽ സൗകര്യമുള്ള ഒരു മെഡിക്കൽ കോളേജോ ഒരു ഹോസ്പിറ്റലോട് കൂടിയുള്ള നഴ്സിംഗ് കോളേജോ സെലക്ട് ചെയ്യുക എന്നതാണ്. കാരണം ഹോസ്പിറ്റൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജുകളാണ് കേരളത്തിന് വെളിയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ തെലങ്കാനയിലോ നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ഒരിക്കലും ഹോസ്പിറ്റൽ ഇല്ലാത്ത നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോസ്പിറ്റൽ ഇല്ലാത്ത നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നത് മനസ്സിലാക്കുക. 1-2 മാസം പ്രാക്ടിക്കൽ ലഭിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കാൻ ഇപ്പോഴത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇന്ന് സ്വകാര്യ മേഖലയിലെ പല പ്രമുഖ ഹോസ്പിറ്റലുകളും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത കുട്ടികളെ ജോലിക്കായി എടുക്കാറില്ല. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് 4 വർഷം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിലും ശരിക്കും ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അറിയാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത്. കൂടാതെ പലർക്കും ഡ്രിപ്പ് ഇടാനോ പ്രോപ്പറായി ഓക്സിജൻ മാസ്ക് വയ്ക്കാൻ പോലും അറിയില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നിലവാരമില്ലാത്ത കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് സ്വന്തമായി ഹോസ്പിറ്റലുള്ള ഏതെങ്കിലും മെഡിക്കൽ കോളേജോ നഴ്സിംഗ് കോളേജോ വേണം കുട്ടികൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അത് ജനറൽ നഴ്സിംഗ് ആയാലും BSc നഴ്സിംഗ് ആയാലും പ്രാക്ടിക്കൽ ട്രെയിനിങ് നന്നായി ലഭിക്കുന്ന ഒരു കോളേജ് വേണം തിരഞ്ഞെടുക്കാൻ. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല മോഡേൺ ഹോസ്പിറ്റലുകളും ഇപ്പോൾ രോഗികളിൽ നിന്നും നല്ല ചാർജാണ് ഈടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള കെയറും അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ലാത്ത നഴ്സുമാരെ ഇപ്പോൾ സാധാരണ ഒരു നല്ല ഹോസ്പിറ്റൽ റിക്രൂട്ട് ചെയ്യാറില്ല. പിന്നെ ഈ വീഡിയോ നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ. കാരണം പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു കാര്യം, ഇപ്പോൾ പല ഹോസ്പിറ്റൽസും നല്ല കോളേജിൽ നിന്നും നഴ്സിംഗ് കോഴ്സ് പഠിക്കാത്തവരെ ജോലിക്ക് എടുക്കാറില്ല എന്നതാണ്. സാധാരണ അവരോട് 1-2 വർഷം എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് വരാൻ പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടി ഏതെങ്കിലും ചെറിയ നഴ്സിംഗ് ഹോമുകളിലോ മറ്റോ ചെറിയ ശമ്പളത്തിൽ ജോലിക്ക് കയറേണ്ടി വരും. അങ്ങനെ എവിടെയെങ്കിലും ജോലിക്ക് കയറുന്നവർ പിന്നീട് അതേ നിലവാരമുള്ള സ്ഥലങ്ങളിൽ തന്നെ തുടരേണ്ടി വരുന്ന അവസ്ഥയാണ് സാധാരണയായി കണ്ടുവരുന്നത്. അതിന്റെ പ്രധാന കാരണം ഏതെങ്കിലും ചെറിയ നഴ്സിംഗ് ഹോമിലെ എക്സ്പീരിയൻസ് കൊണ്ട് ഏതെങ്കിലും മോഡേൺ ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അവിടെ അവർക്ക് കിട്ടുന്ന എക്സ്പോഷറും കുറവായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ചുറ്റുപാടിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാനും ബുദ്ധിമുട്ടായിരിക്കും. സാവധാനം ആ ചുറ്റുപാടിനോട് ഇണങ്ങിച്ചേർന്ന് അവർ അവിടെ തന്നെ തുടരുകയും ചെയ്യും. നേരെ മറിച്ച് ഏതെങ്കിലും മോഡേൺ ഹോസ്പിറ്റലിൽ ആദ്യം തന്നെ ജോലിക്ക് കയറുന്നവർ അവിടെ കുറച്ചുനാൾ ജോലി ചെയ്ത ശേഷം കൂടുതൽ ശമ്പളത്തിൽ അതിലും നല്ല ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വിദേശത്തോ നല്ല ശമ്പളത്തിൽ ജോലിക്ക് കയറുകയും ചെയ്യും. അതുകൊണ്ട് BSc നഴ്സിംഗ് പഠിക്കാൻ ഒന്നുകിൽ ഒരു മെഡിക്കൽ കോളേജ് അതല്ലെങ്കിൽ ഹോസ്പിറ്റലോട് ചേർന്നുള്ള ഏതെങ്കിലും നഴ്സിംഗ് കോളേജ് മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഭൂരിഭാഗം കോളേജുകളും ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആണ്. കർണാടകയിലാണ് ഇത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, കർണാടക നഴ്സിംഗ് എൻട്രൻസ് പാസ്സായി വരുന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ കർണാടക നഴ്സിംഗ് കോളേജുകളിൽ ഭൂരിഭാഗം സീറ്റുകളും മാറ്റിവെച്ചിരിക്കുന്നത് എന്നതാണ്. അതായത് മാനേജ്മെന്റ് കോട്ടയിൽ വെറും 15% സീറ്റ് മാത്രമാണ് ഇപ്പോൾ എൻട്രൻസ് എഴുതാത്തവർക്കായി ലഭിക്കുന്നത്. കർണാടക നഴ്സിംഗ് എൻട്രൻസ് എക്സാം ഓൺലൈൻ അല്ല. അതുകൊണ്ട് തന്നെ കർണാടകയിൽ പോയി തന്നെ ആ പരീക്ഷ എഴുതേണ്ടതുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എൻട്രൻസ് പാസ്സായി മെറിറ്റ് ലിസ്റ്റിൽ വരാതെ അഡ്മിഷൻ എടുക്കാൻ നോക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം നല്ല കോളേജുകളെല്ലാം തന്നെ എക്സാം പാസ്സായി മെറിറ്റ് ലിസ്റ്റിൽ വരുന്നവർക്ക് അലോട്ട് ചെയ്യും. പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത കോളേജുകളാണ് ബാക്കി വരാറുള്ളത്. പിന്നെ കർണാടകയിലെ നഴ്സിംഗ് കോളേജുകളിലെ 50% സീറ്റും ഇപ്പോൾ കർണാടക സ്റ്റുഡൻസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. കർണാടകയിൽ അഡ്മിഷൻ നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വേറെ വലിയൊരു വിഷയമുണ്ട്. പൊതുവെ ഇപ്പോൾ നഴ്സിംഗ് കോഴ്സിന് നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് കർണാടകയിൽ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ഓരോ കോളേജിന്റെ പേരിൽ 4-5 കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് എക്സാം സമയത്ത് ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോഴായിരിക്കും ആ കുട്ടിയുടെ അഡ്മിഷൻ ശരിക്കുള്ള രീതിയിലല്ല നടന്നിരിക്കുന്നത്, ഒരു ഫെസിലിറ്റി ഒന്നും തന്നെ ഇല്ലാത്ത മറ്റേതോ കോളേജിലാണ് എന്ന് കുട്ടി അറിയുന്നത്. പിന്നെ പൈസയും സർട്ടിഫിക്കറ്റും കൊടുത്തതുകൊണ്ട് ആ കുട്ടിക്ക് ആ കോളേജിലോട്ട് മാറാതെ വേറെ വഴിയില്ലാതെ വരും.
പല കുട്ടികളും കഴിഞ്ഞ വർഷങ്ങളിൽ ഈ അബദ്ധങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയിൽ, പ്രത്യേകിച്ചും ബാംഗ്ലൂരിൽ ഭൂരിഭാഗം പേരൻസും കുട്ടികളെ അയക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾ കർണാടകയിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ നല്ല രീതിയിൽ നടത്തുന്ന ചില കോളേജുകളുമുണ്ട്. പക്ഷെ അവിടെ ഭൂരിഭാഗം അഡ്മിഷൻ എൻട്രൻസ് മാർക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും നടക്കുന്നത്. പിന്നെ കർണാടക നഴ്സിംഗ് എൻട്രൻസ് വന്നതിന് ശേഷം ഭൂരിഭാഗം നല്ല കോളേജുകളിലെയും സീറ്റുകൾ റാങ്ക് ലിസ്റ്റ് വഴിയാണ് അലോട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹോസ്പിറ്റലിലുള്ള കോളേജാണോ, ഹോസ്റ്റൽ അക്കോമഡേഷൻ, ഫുഡ്, ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഫീസും സർട്ടിഫിക്കറ്റും ഒരു പ്രാവശ്യം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും എന്നുകൂടി മനസ്സിലാക്കുക. കേരളത്തിലെ എല്ലാ കോളേജിനും ഹോസ്പിറ്റൽ നിർബന്ധമാണ്. തമിഴ്നാട്ടിലെ ചില കോളേജുകളിൽ പ്രാക്ടിക്കൽ വീക്ക് ആണെങ്കിലും തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു കോളേജ് കാണിച്ചുകൊണ്ട് വേറെ കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്ന പതിവില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിൽ പൊതുവെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നില്ല. അതുകൊണ്ട് നഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് കോളേജിന്റെ അപ്രൂവൽ, ഹോസ്പിറ്റലുള്ള കോളേജാണോ, ഹോസ്റ്റൽ, ഫുഡ്, പിന്നെ അക്കോമഡേഷൻ നല്ലതാണോ, സേഫ് ആണോ എന്ന കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒത്തിരി പ്രശ്നങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ലഭിക്കുമോ എന്ന കാര്യം പ്രത്യേകം അറിയുക. കാരണം മനുഷ്യന്റെ ബോഡി പാർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഹാർട്ട്, കിഡ്നി, തലച്ചോറ് തുടങ്ങിയ എല്ലാ അവയവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ലഭിക്കുന്ന നഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് കാര്യമായ പ്രയോജനം ലഭിക്കില്ല എന്നത് മനസ്സിലാക്കുക. ആന്ധ്രയിലും തെലങ്കാനയിലും പൊതുവെ നഴ്സിംഗ് പഠിക്കുന്നതിനുള്ള ചിലവ് കുറവാണ്. കൂടാതെ മറ്റധികം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ ഒന്നുകിൽ നീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എൻട്രൻസ് പാസ്സാകണം എന്ന നിബന്ധനയുണ്ട്. കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നീറ്റ് എക്സാം എഴുതി മിനിമം ക്വാളിഫയിങ് മാർക്സ് നേടിയാൽ, അതായത് ജസ്റ്റ് പാസ്സായാൽ ആന്ധ്രയിലും തെലങ്കാനയിലും നല്ല കോളേജുകളിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ചെലവ് വളരെ കുറവുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നവർ അവിടുത്തെ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നീറ്റ് എക്സാം പാസ്സാകാത്തവർക്കും അഡ്മിഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ നീറ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഒരു നല്ല ഓപ്ഷനാണ്. 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ് ഹോസ്റ്റലും ഫുഡും ഉൾപ്പെടെ ഏകദേശം 7 ലക്ഷത്തിനും BSc നഴ്സിംഗ് കോഴ്സ് നൽകുന്ന ക്രിസ്ത്യൻ ഫാദേഴ്സിന്റെ മെഡിക്കൽ കോളേജുകളും ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നീറ്റ് ഫെയിലായെങ്കിലും ജസ്റ്റ് അറ്റൻഡ് ചെയ്തവർക്കും ആന്ധ്രയിലും തെലങ്കാനയിലും അഡ്മിഷൻ ലഭിച്ചിരുന്നു. അതുകൊണ്ട് ചിലവ് കുറഞ്ഞ കോളേജുകളിൽ നോക്കുന്നവർ തീർച്ചയായും നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആന്ധ്രയിലോ തെലങ്കാനയിലോ പോയി അവിടുത്തെ സ്റ്റേറ്റ് എൻട്രൻസ് അറ്റൻഡ് ചെയ്യുന്നതിൽ എളുപ്പം കേരളത്തിൽ തന്നെ ഏതെങ്കിലും സെന്ററിൽ നീറ്റ് എഴുതുന്നതാണല്ലോ. ഇനി പ്രധാനമായും അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് എടുക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ നോക്കാം. ആദ്യമായി കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ എന്ന് നോക്കണം. പിന്നെ രണ്ടാമത് നോക്കേണ്ടത് അഡ്മിഷൻ എടുക്കുന്ന കോളേജിന് അവിടുത്തെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ എന്നാണ്. മൂന്നാമതായി അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുണ്ടോ എന്നറിയണം. അതായത് നിങ്ങൾ തമിഴ്നാട്ടിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി, കർണാടകയിലാണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്, കേരളത്തിലാണെങ്കിൽ അത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് എന്നിവയുടെ അംഗീകാരമുണ്ടോ എന്ന് വേണം നോക്കാൻ. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ 3 അംഗീകാരങ്ങളും ചെക്ക് ചെയ്ത് വേണം ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി കേരളത്തിലെ കാര്യം നോക്കാം. കേരളത്തിലെ ഒട്ടുമിക്കവാറും കോളേജുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. പക്ഷേ അപേക്ഷകർ കൂടുതലും സീറ്റ് കുറവുമായതുകൊണ്ട് അഡ്മിഷൻ കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ ഓരോ വർഷവും ലക്ഷം പേർ LBS വഴി BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യുമ്പോൾ നഴ്സിംഗ് സീറ്റുള്ളത് ഏതാണ്ട് 8000 മാത്രമാണ്. അതായത് ഒരു 92% PCB സബ്ജക്റ്റുകളിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ മാർക്ക് ഇല്ല എങ്കിൽ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊന്നും അറിയാതെ 70%, 80% മാർക്കുള്ള കുട്ടികളും LBS അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവരുടെ ഒരു വർഷം പാഴാക്കാറുണ്ട്. മാത്രമല്ല അവസാനം കേരളത്തിന് പുറത്തുള്ള നല്ല കോളേജുകളിലെ സീറ്റ് എല്ലാം കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ഒരു 90% മാർക്കില്ലാത്ത കുട്ടികൾ കേരളത്തിന് വെളിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ല മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ ഫീസ് കുറഞ്ഞ ഹോസ്പിറ്റലിൽ അറ്റാച്ച്ഡ് ആയ ഏതെങ്കിലും നല്ല കോളേജുകൾ നോക്കി ഇപ്പോഴേ അഡ്മിഷൻ ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ കേരളത്തിൽ അവസാനം വരെ വെയിറ്റ് ചെയ്ത ശേഷം ലാസ്റ്റ് ഏതെങ്കിലും നിലവാരമില്ലാത്ത കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് കാണാറുള്ളത്. കാരണം കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് എല്ലാം വരുമ്പോഴേക്കും കേരളത്തിന് വെളിയിലുള്ള നല്ല കോളേജുകളെല്ലാം തന്നെ ഫില്ലായി പോകും. കേരളത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഉറപ്പില്ല എങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും നല്ല കോളേജുകളിൽ ആദ്യമേ സീറ്റ് റിസർവ് ചെയ്തിട്ട് നിങ്ങൾ കേരളത്തിൽ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി.
അതിന് തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല. കേരളത്തിൽ LBS വഴി അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കുക. കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയും ചെയ്യും. മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾക്കെല്ലാം കേരളത്തിൽ LBS വഴി അഡ്മിഷന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിലെ മാർക്കാണ് മാനദണ്ഡമായി എടുക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴും +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് BSc നഴ്സിംഗ് നടക്കുന്നത്. അതായത് എൻട്രൻസ് ടെസ്റ്റ് ഇല്ല. ഈ വർഷം എൻട്രൻസ് ഉണ്ടാകുമോ എന്ന് തീരുമാനമായിട്ടില്ല. ഉണ്ടായാൽ എൻട്രൻസിന് എല്ലാ വിവരങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സാധിക്കുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പല വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയത്തിന് മറുപടി കൂടി ഇവിടെ തരാം. കേരളത്തിലെ BSc നഴ്സിംഗ് അഡ്മിഷന് 12 മാർക്ക് മാത്രമാണ് പരിഗണിക്കുക. അതായത് 11ാം ക്ലാസ്സിലെ മാർക്ക് പരിഗണിക്കുന്നതല്ല. പിന്നെ മാർക്ക് കുറഞ്ഞവർക്ക് കേരളത്തിൽ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ നേടാം എന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നേരത്തെ സൂചിപ്പിച്ച ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ല കോളേജുകളിൽ നേരത്തെ തന്നെ അഡ്മിഷൻ ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരിക്കലും നിങ്ങളുടെ കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും കോഴ്സിന് വിടാതിരിക്കുക. പല കുട്ടികളും ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കോഴ്സുകൾ എടുത്ത ശേഷം പിന്നീട് ഡ്രോപ്പ് ചെയ്യുന്നത് കാണാറുണ്ട്. പിന്നെ MBBS കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾ അവരുടെ ലെവൽ എവിടെയാണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ മൊത്തം എത്ര MBBS സീറ്റുണ്ട്, നീറ്റിൽ ഏകദേശം എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നെല്ലാം മനസ്സിലാക്കുക. കാരണം ഓരോ വർഷവും നീറ്റ് കട്ട് ഓഫ് കൂടി വരുന്ന ഈ സമയത്ത് കോമ്പറ്റീഷൻ വളരെ വളരെ ഹൈ ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നീറ്റിൽ 720, ഇത് 200 കിട്ടുന്ന ചില കുട്ടികളും നീറ്റ് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും വർഷങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് മെറിറ്റിൽ കേരളത്തിൽ MBBS അഡ്മിഷൻ കിട്ടാൻ ജനറൽ കാറ്റഗറിയിൽ ഉള്ളവർക്ക് കുറഞ്ഞത് ഒരു 500 മാർക്കെങ്കിലും വേണ്ടി വന്നേക്കാം. അപ്പോൾ 200 മാർക്ക് കിട്ടിയ ഒരു കുട്ടി നീറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് എത്രത്തോളം അവന്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും? ഇത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നതിന് സമാനമാണ്. അതേസമയം ഓരോ വർഷവും കട്ട് ഓഫ് കൂടുമെങ്കിലും ഒരു 400-ന് മുകളിൽ മാർക്കുള്ള കുട്ടികൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ പ്രയോജനം ഉണ്ടായേക്കാം. അതുകൊണ്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ലഭിച്ച സ്കോറും ഇനി എത്ര മാർക്ക് കൂടി സ്കോർ ചെയ്യാൻ സാധിക്കും എന്നത് നല്ലവണ്ണം മനസ്സിലാക്കിയ ശേഷം മാത്രം നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പല കുട്ടികളും ഒരു ഐഡിയയും ഇല്ലാതെ നീറ്റ് റിപ്പീറ്റ് ചെയ്ത് വർഷങ്ങൾ വേസ്റ്റ് ചെയ്ത് മാനസികമായി നിരാശയിലായി പിന്നെ BSc നഴ്സിംഗിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ചേരേണ്ട അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ടത് കോഴ്സിന് ശേഷം മാസം 75,000 മുതൽ 80,000 രൂപ വരെ പ്ലേസ്മെന്റ് ലഭിക്കുന്ന BSc ന്യൂക്ലിയർ മെഡിസിൻ പോലുള്ള ചില റെയർ കോഴ്സുകളും ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ളതാണ്. നേരത്തെ അപ്ലൈ ചെയ്താൽ ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും. പക്ഷേ സീറ്റ് കുറവായതുകൊണ്ട് +2 പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ സീറ്റ് ഫില്ലാകും എന്നതാണ് പ്രശ്നം. പക്ഷേ പലർക്കും ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളെ കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നതാണ് സത്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഡിഗ്രി മുതൽ PhD വരെയുള്ള വിവിധ കോഴ്സുകളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാനും അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഇന്ത്യയിലും വിദേശത്തുമുള്ള കരിയർ സംബന്ധമായ വീഡിയോകളും നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭ്യമാണ്. ഇങ്ങനെ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. BSc നഴ്സിംഗ് കോഴ്സിനെ പറ്റിയും പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റിയും മറ്റു വിവിധ കോഴ്സുകളെ കുറിച്ചുമുള്ള സംശയങ്ങൾക്കും അഡ്മിഷൻ സംബന്ധമായ ഗൈഡൻസിനും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.